പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ഇന്ത്യ നൽകാൻ പോകുന്ന മറുപടി എന്തായിരിക്കും? ഇതു സംബന്ധിച്ച സുപ്രധാനമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്ന രണ്ട് നിർണായക യോഗങ്ങൾ ഇന്ന് ഡൽഹിയിൽ ചേരാനിരിക്കുന്നു. കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം അല്പസമയത്തിനകം ഡൽഹിയിൽ തുടങ്ങും. അതിന് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്ര മന്ത്രിസഭാ യോഗവും ചേരാനിരിക്കുകയാണ്. അതിനിടെ ജമ്മു അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഇപ്പോഴും തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി അതിർത്തിയിലെ പ്രകോപനം സംബന്ധിച്ച വിവരങ്ങളുമായി ജമ്മു കാശ്മീരിൽ നിന്ന്, ശ്രീനഗറിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബൽറാം, ഈ ഭീകരവാദ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ജമ്മു അതിർത്തിയിൽ വലിയ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്, ബൽറാം? GK, പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് ഇന്ന് 8 ദിവസം പൂർത്തിയായിരിക്കുന്നു. ഇതിനിടെ 6 ദിവസവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ നടപടികൾ ഉണ്ടായിരിക്കുന്നു. അത് പ്രസ്താവനകൾക്ക് അപ്പുറത്തേക്ക് അതിർത്തിയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയാണ് കഴിഞ്ഞ 5 ദിവസവും ചെയ്തത് എങ്കിൽ ഇന്നലെ രാത്രി അന്താരാഷ്ട്ര അതിർത്തിയിലെ ഇന്ത്യൻ പോസ്റ്റിന് നേരെയാണ് ജമ്മുവിൽ പ്രഗ്വാൽ പോസ്റ്റിന് നേരെയാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. അത് കടുത്ത പ്രകോപനമായി തന്നെയാണ് ഇന്ത്യൻ സൈന്യം വിലയിരുത്തുന്നതും. ഒപ്പം തന്നെ ഈ മേഖലയിലുള്ള അതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾക്ക് കടുത്ത ഭീഷണി തന്നെ ഇത് ഉയർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആളുകളോട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അധികൃതർ. ഒപ്പം തന്നെ ഈ പ്രകോപനത്തിന് തക്കതായ തിരിച്ചടി തന്നെ നൽകിയിട്ടുണ്ട് എന്ന് സൈന്യം വ്യക്തമാക്കുന്നു. ഒപ്പം ഈ പ്രഗ്വാൽ പോസ്റ്റിനെ കൂടാതെ മറ്റ് 3 ഇടങ്ങൾ, നൌഷേര അടക്കമുള്ള മറ്റ് 3 ഇടങ്ങളിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നിയന്ത്രണ രേഖയിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ 4 ഇടങ്ങളിലും ചെറിയ തോക്കുകൾ ഉപയോഗിച്ചുള്ള വെടിവെപ്പാണ് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ഉണ്ടായത്. ആഘാതമേൽപ്പിക്കുക, പരിക്കേൽപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് പ്രകോപനം സൃഷ്ടിക്കുക എന്ന് തന്നെയാണ് പാകിസ്ഥാന്റെ ശ്രമം ഈ ഒരു ഘട്ടത്തിലും നടക്കുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ പാകിസ്ഥാനും അതിർത്തിയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിരുന്നു. ഇന്ത്യയും സമാനമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിർത്തി മേഖലയിലെ ഇന്ത്യൻ പോസ്റ്റുകളിൽ, തന്ത്രപ്രധാനമായ മേഖലകളിൽ എല്ലാം തന്നെ സേനാ വിന്യാസം അതീവ ശക്തമാക്കിയിരിക്കുന്നു. സമീപകാലത്ത് കണ്ടതിൽ ഏറ്റവും ശക്തമായ സേനാ വിന്യാസമാണ് നിലവിൽ അതിർത്തിയിലുള്ളത്. ജമ്മു കശ്മീരിലെ റോഡുകളിൽ ഇപ്പോഴും സൈനിക വാഹനങ്ങൾ നീങ്ങുന്നത് കാണാൻ കഴിയും. ഈ ഏത് വിഭാഗത്തെ, എവിടെ, എത്രത്തോളം തുടങ്ങിയ വിശദാംശങ്ങൾ ഇക്കാര്യത്തിൽ നൽകാനാകില്ല. അത് അതീവ രഹസ്യമായ ഒരു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരം തന്നെയായതിനാൽ അക്കാര്യങ്ങളോ ദൃശ്യങ്ങളോ നൽകാനാകില്ല. അതിന് മാർഗനിർദ്ദേശങ്ങൾ നിലവിലുണ്ട്. എങ്കിൽ പോലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കടുത്ത തോതിലുള്ള ഒരു പ്രകോപനമുണ്ടായാൽ അതിനെ നേരിടാൻ ഇന്ത്യ സജ്ജമാണ്. ഡൽഹിയിൽ നിന്നും അതിനുള്ള സമ്മതം എവിടെ, എപ്പോൾ, എങ്ങനെ എന്ന് സൈന്യത്തിന് തീരുമാനിക്കാം എന്നുള്ള സമ്മതം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി തുടങ്ങാം എന്ന ഒറ്റ വാക്ക് അത് ഡൽഹിയിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്തിനും തയ്യാറായി ഇന്ത്യൻ സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പൂർണ്ണ തോതിലുള്ള ഒരു സൈനിക നീക്കം അല്ലെങ്കിൽ ഒരു യുദ്ധം എന്ന സാഹചര്യത്തിലേക്ക് പോയേക്കില്ല എന്ന സൂചനകൾ ലഭിക്കുന്നു. മറിച്ച് പാകിസ്ഥാനിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ കടുത്ത ഒരു നടപടി, നേരത്തെ മിന്നലാക്രമണത്തിലും ബലാക്കോട്ട് വ്യോമാക്രമണത്തിലും കണ്ടതിന് സമാനമായ ഒരു നീക്കമായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനായുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം സജ്ജമാണ്. ഇതിൽ ഈ പാകിസ്ഥാൻ മണ്ണിൽ നിന്ന് ഇന്ത്യക്കെതിരെ നടക്കുന്ന ഭീകരാക്രമണത്തെ വേരോടെ പിഴുതെറിയാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലേക്കായിരിക്കും ഇന്ത്യൻ സൈന്യം ഒരുപക്ഷെ ശ്രദ്ധയൂന്നാൻ പോകുന്നത്. അതിന്റെ ഓപ്പറേഷൻ എങ്ങനെ വേണം എന്ന കാര്യത്തിലുള്ള നിർണായകമായ തീരുമാനങ്ങളാണ് ഇന്ന് ചേരുന്ന കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത്. അത് പിന്നീട് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ബ്രീഫ് ചെയ്യപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.